നമസ്കാരം. കായിക രംഗത്ത് നിന്നും ഇന്ത്യക്ക് വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം വനിതകളുടെ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് മെഡൽ ഉറപ്പിച്ചിരുന്നു. അവർ ഫൈനലിലെത്തിയിരുന്നു. അതായത് വെള്ളിയോ സ്വർണമോ കിട്ടാനുള്ള എല്ലാവിധ ഉറപ്പും ആ ഒരു വിജയത്തിനുണ്ടായിരുന്നു. വളരെ ശക്തിയായി തന്നെയാണ് റൗണ്ടുകളിലൊക്കെ തന്നെ വിനേഷ് ഫോഗട്ട് മുന്നേറിയത്. മെഡൽ ഉറപ്പിച്ച സന്തോഷം അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇന്ത്യക്ക് ഒരു മെഡൽ കൂടി കിട്ടും എന്ന പ്രതീക്ഷയല്ല, ഉറപ്പായിരുന്നു ഇന്ത്യൻ കായിക പ്രേമികൾക്ക്, ലോകമെമ്പാടുമുള്ളവർക്ക്. പക്ഷേ അവർ അയോഗ്യയായിരിക്കുന്നു എന്ന വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്നത്. അതായത് 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലായിരുന്നു വിനേഷ് ഫോഗട്ട് മത്സരിച്ചത്. പക്ഷേ അവരുടെ ഭാരപരിശോധനയിൽ അവർക്ക് 100 ഗ്രാം കൂടുതൽ ശരീരഭാരം ഉള്ളതായി കണ്ടെത്തുകയും അവരെ അയോഗ്യയാക്കുകയും ചെയ്തു എന്നുള്ള വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് കായിക പ്രേമികളെ സംബന്ധിച്ച് പുറത്തു വന്നത്. കൃത്യമായി 50 കിലോ വിഭാഗത്തിൽ മത്സരിക്കുന്നവർ 50 കിലോ അല്ലെങ്കിൽ അതിൽ കുറവ് ഭാരത്തിൽ മത്സരിക്കണം എന്നുള്ളതാണ് അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ്റെ നിയമം. പക്ഷേ 100 ഗ്രാം വിനേഷ് ഫോഗട്ടിന് കൂടുതലായിരുന്നു എന്നാണ് പരിശോധനയിൽ തെളിഞ്ഞത്. പക്ഷേ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു മത്സരത്തിന് മുൻപ് ഇവർക്ക് ഭാരപരിശോധന നടത്തിയില്ലായിരുന്നോ, മറ്റ് മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയില്ലായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇവരെ അയോഗ്യയാക്കിയിരിക്കുന്നു വിനേഷ് ഫോഗട്ടിനെ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കും. അതിൻ്റെ മെഡിക്കൽ പരിശോധന, ഭാരപരിശോധന തുടങ്ങിയവയുടെ വിശദ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭിക്കും എന്നാണ് സൂചനകൾ. വിനേഷ് ഫോഗട്ട് അയോഗ്യയായിരിക്കുന്നു, അവർക്ക് മെഡൽ ലഭിക്കില്ല എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ കായിക രംഗത്തെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകമായ ഒരവസ്ഥയാണ് ഇത്. മാത്രമല്ല, ഒളിമ്പിക്സിൽ ഫൈനലിലെത്തുന്ന, വനിതകളുടെ ഗുസ്തിയിൽ ഫൈനലിലെത്തുന്ന ആദ്യ വനിതാ ഇന്ത്യൻ താരം എന്ന മേന്മയും വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരുന്നു. വിനേഷ് ഫോഗട്ട് നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗ് MP-യുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിലൊക്കെ തന്നെ അവർ സമരമുഖത്ത് എത്തുകയും ചെയ്തിരുന്നു. തെരുവിലും അതുപോലെ ഗോദയിലുമൊക്കെ തന്നെ തിളങ്ങിയ താരം എന്നായിരുന്നു മാധ്യമങ്ങൾ അവരെ വിശേഷിപ്പിച്ചത്. വിനേഷ് ഫോഗട്ടാണ് ഇപ്പോൾ അയോഗ്യയായിരിക്കുന്നത്. 100 ഗ്രാം അവർക്ക് ശരീരഭാരം കൂടുതലായിരുന്നു. അതുകൊണ്ട് 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തി വിഭാഗത്തിൽ മത്സരിക്കാൻ അവർ യോഗ്യയല്ല എന്നാണ് ഇപ്പോൾ ഒളിമ്പിക്സ് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ നൽകാം.